ഗോത്രമേഖലയിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം 2006 നിലവിൽ വന്നിട്ടുള്ള വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വനാവകാശ നിയമം നമുക്ക് പൂർണ്ണമായ രീതിയിൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ അവകാശങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു പ്രകടന പത്രികയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം വനാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും ആദിവാസികൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് വിവിധ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു തൊഴിൽ നമ്മളെ കുട്ടികൾക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പലതരത്തിലുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ പോലും യോഗ്യതക്കനുസരിച്ചിട്ടുള്ള നിയമനങ്ങൾ ഇതുവരെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രൈബൽ മേഖലയിലുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടൂറിസം ഇപ്പോൾ ഒരു വലിയ തൊഴിൽ മേഖലയും വരുമാന മേഖലയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ട്രൈബൽ മേഖല കേന്ദ്രീകരിച്ചിട്ട് അതിലുള്ള ആളുകൾക്ക് അവരുടെ സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വില്ലേജ് ടൂറിസം പോലെയുള്ള പദ്ധതികൾക്കുള്ള അനുമതി ലഭിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അറനാടൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. 180ഓളം ആളുകൾ മാത്രമാണ് അവർ ഉള്ളത്. അപ്പോൾ അറനാടൻ ഈ വിഭാഗത്തിനെ PVTG വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പ്രത്യേക പാക്കേജുകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. ഇനി ചോലനായിക്ക വിഭാഗത്തിനെ പ്രതികരിച്ചിട്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ള വിനോദിന്. ഇപ്പോൾ നിലമ്പൂർ ബേസ് ചെയ്തിട്ടുള്ള മൊത്തം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെല്ലാം ശ്യാമേട്ടൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചോലനായക്കൻ്റെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും സമുദായത്തിൽ നിന്നുള്ള ഫസ്റ്റ് ഡിഗ്രി ഹോൾഡർ കൂടിയാണ് അല്ലേ? താങ്ക് യു സർ. അപ്പോൾ ചോലനായക്കൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള മേഖലയാണ്. അതിനകത്ത് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടുതലുള്ള ആളുകളും അത് കുറവുള്ള ആളുകളും അതേപോലെ തന്നെ ക്ഷയരോഗം പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളും കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലുണ്ട്, ചോലനായക്കൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ PHC സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നേരിലേക്ക് ഉയർത്തിയാൽ ഈ ട്രൈബൽ ആളുകൾക്കും അതുപോലെ തന്നെ ആ സംവിധാനം ഉപയോഗിക്കാൻ കുറച്ചും കൂടി അടുത്ത് നിന്ന് ഉപയോഗിക്കാൻ അത് അവർക്ക് കഴിയും. പിന്നെ ജില്ലാ ഹോസ്പിറ്റൽ ഈ ട്രൈബൽ വാർഡ് നിലവിലുണ്ട്. ആ വാർഡ് പുനർക്രമീകരിച്ച് വലുതാക്കി അതിൽ ഒരു ട്രൈബൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ആദിവാസി സമര സമിതിയുമായി ബന്ധപ്പെട്ട് വനാവകാശ നിയമം പൂർണ്ണമായി നടപ്പാക്കാത്ത കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വനാവകാശ നിയമം അത് നമ്മൾ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അത് പൂർണ്ണമായി നടപ്പാക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് നടപ്പാക്കാനുള്ള കാര്യം വേണം. അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അത് എല്ലാ പ്രാവശ്യവും ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും അത് കൃത്യമായിട്ട് പരിശോധിച്ച് അതിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണം എന്നുള്ള തീരുമാനത്തോടിതാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ച ഹെൽത്ത് ഡോക്യുമെന്റിൽ ട്രൈബൽ ഹോസ്പിറ്റൽസ് പറയുന്നുണ്ട് പ്രത്യേകമായ കെയർ ട്രൈബൽ ഏരിയയിലേക്കും കോസ്റ്റൽ ഏരിയയിലേക്കും കൊടുക്കാനുള്ള പ്രോഗ്രാമുണ്ട്. അത് ട്രൈബൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രത്യേകമായി അത് ചെയ്യും.